എൻ്റെ പേര് എന്നെയാണ് വിളിച്ചത്. ഞാൻ പഠിക്കുന്നത് 7ാം ക്ലാസ്സിൽ. ഞാൻ ഇന്നോവേഷൻ്റെ ഭാഗമായി ഞാൻ കണ്ടെത്തിയ ഒരു ഏറ്റവും വലിയ പ്രോബ്ലമാണ് ടീച്ചേഴ്സ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് ബോർഡ് മായ്ക്കേണ്ടത്. അതിനായി ഞാൻ കണ്ടുപിടിച്ച ഒരു വിദ്യയാണ് സിമ്പിളായിട്ട് ഇലക്ട്രിസിറ്റി ഇല്ലാതെ വേസ്റ്റായ പ്ലാസ്റ്റിക് ഉപയോഗിച്ചും പിന്നെ ടീച്ചേഴ്സ് IT കുറഞ്ഞ ടീച്ചേഴ്സ് ബോർഡ് ക്ലീൻ ചെയ്യുമ്പോൾ അവരുടെ കണ്ണിലേക്ക് ചോക്ക് പൊടി വന്നിട്ട് ഇൻഫെക്ഷൻ വരുന്നത്. അതിനായി ഞാൻ കണ്ടുപിടിച്ച ഒരു ബോർഡ് ഡസ്റ്റർ ക്ലീനിങ് മെഷീനാണ് ഇത്. പറഞ്ഞാൽ ഇവിടെ ഒരു ഫ്രെയിമുണ്ട്. ഇതിൻ്റെ ഇവിടെ അറ്റത്തായിട്ട് ചെറിയ ബോക്സും ഒരു നമ്പർ ലോക്കും ഉണ്ട്. ഇതിൽ ഏറ്റവും വലിയ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പെടലാണ്. ഇതിവിടെ നമുക്കൊരു ഹാൻഡിൽ കിട്ടും. ആ ഹാൻഡിൽ പിടിച്ച് എന്ത് ചെയ്യാം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കാൻ കഴിയും. പിന്നെയാണ് ഇതാണ് ഒരു ഡസ്റ്റർ. ഇതെന്ത് ചെയ്യാം, നമ്മൾ ഈ മാത്സ് ഇക്വേഷൻസ് അങ്ങനെയൊക്കെ ബോർഡിൽ എഴുതുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാം, അത് മാത്രം എന്ത് ചെയ്യാം, ആദ്യം എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് വേണമെങ്കിൽ അത് മാത്രം വായിച്ച് അവിടെ തന്നെ വെക്കാം. അത് മാഗ്നറ്റിക് ആയതുകൊണ്ട് എന്ത് ചെയ്യും, അത് അവിടേക്ക് സിമ്പിളായി വെക്കാൻ പറ്റും. പിന്നെ അത് റോളാണ്, സ്മൂത്ത് ചെയ്യാൻ റോളാണ് കഴിയും. പിന്നെയാണ് അതിൻ്റെ ബാക്കിലായിട്ട് വരുന്നത് ഇതുപോലെയാണ് അതിൻ്റെ ബാക്ക് ഭാഗം ഉണ്ടാവുക. പിന്നെയാണ് ഇത് കുറേ കാലം കഴിയുമ്പോൾ ഈ സ്പോഞ്ചിന് കുറേ ചോക്ക് പൊടികളുണ്ടാകും. അത് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബക്കിനോട് കെട്ടിയിട്ടല്ല ബക്കിനോട് ലോക്ക് ചെയ്ത് വെച്ചേക്കും. ആ മൂല്യം എന്ത് ചെയ്യാം, നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം, എടുത്തുകൊണ്ട് തട്ടി അവിടെ നിന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്കത് ഫിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതെങ്ങനെ എടുക്കല് ചോദിച്ചത് വെച്ചാൽ ഈ ഫ്രെയിമിൻ്റെ ഇവിടെ 2 ഭാഗത്തായിട്ട് ഈ ഫ്രെയിം ഇവിടെ 2 ഭാഗത്തായിട്ട് ഇവിടെ പീസാക്കി വെച്ചിട്ടുണ്ടാവും. അതെന്ത് ചെയ്യും, ഈ ഭാഗത്തായിട്ട് ഒരു ബക്ക് ഇട്ട് കൊടുക്കലാണ്. നമുക്ക് ആ ബക്ക് കൂടിയാൽ എന്ത് ചെയ്യാം, ഈ പീസ് മാത്രമായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ റോളർ എടുത്ത് നല്ല വലിച്ചെടുക്കാം. പിന്നെ ഈ റോളറിൻ്റെ ഗ്യാപ്പ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെയാണ് അതിൻ്റെ ഗ്യാപ്പ് ഉണ്ടാകുക. അതിൻ്റെ ഉള്ളിൽ കുറേ ഫ്രെയിം മൊത്തത്തിലൊരു ഗ്യാപ്പാണ്. പിന്നെ ഈ ഭാഗത്ത് ഗ്യാപ്പ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെയാണ് ചാൻസ് ഉണ്ടാവണേ തന്നെ എന്ത് ചെയ്യണം, അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മളൊരു ഈ ബക്ക് കൂടിയിട്ട് ഈ റോളർ ഇട്ടുവെച്ചാൽ അത് ചെറിയ മറിയൊന്നുമില്ല. പിന്നെയാണ് ഇവിടേക്ക് ഈ ചോക്ക് മായ്ക്കുമ്പോൾ ചില സമയത്ത് ഈ ചോക്ക് പൊടിയൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്യും, ഇവിടേക്ക് വരും. അപ്പം ഈ റോളറിന് വന്നാൽ അത് കുറേ പ്രശ്നങ്ങളുണ്ടാകും. അതിനായിട്ട് എന്ത് ചെയ്യും, ഈ റോളറിൻ്റെ ബാക്കിലും മുന്നിലും മുകളിലത്തേക്ക് മുന്നിലും ബാക്കിലും എന്തെങ്കിലും ഒരു ചെറിയൊരു ബ്രഷ് ഉണ്ട്. അതിങ്ങനെ നീക്കുമ്പോൾ എന്ത് ചെയ്യും, അത് അങ്ങനെ പോകും. പിന്നെ ഇവിടെ കുഞ്ഞു കൂടാനും പോകുന്നില്ല, ചെറിയ ഹോൾസ് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ ആക്കി വരുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിലൂടെ പോയിക്കും. ഇനി പോയില്ല തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഈ ബക്ക് കൂടിയിട്ട് ഈ സാധനത്ത് ചെറിയൊരു ബ്രഷ് അതിന് പോലെ അറ്റാച്ച് ആയി കിട്ടും. അതെന്ത് ചെയ്യാം, നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഈ മലിനമായ പ്ലാസ്റ്റിക് കുപ്പി അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതിൻ്റെ പരസ്യം മുട്ടിക്കുന്ന ഒരു കളറുള്ള സ്റ്റിക്കർ ഒഴിവാക്കിയിട്ട് അത് മാത്രമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഉരുക്കിയെടുത്ത് കുറച്ച് എന്തെങ്കിലും ഒരു കളർ എടുത്തിട്ട് ഇതാക്കി ഈ ഫ്രെയിമിൻ്റെ ഒരു അച്ചിലേക്ക് വെച്ചാൽ നമുക്ക് ആ ഫ്രെയിമിൻ്റെ രൂപമായി കിട്ടുകയും ചെയ്യും. പ്ലാസ്റ്റിക് നമുക്ക് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാനും പറ്റും. പിന്നെയാണ് ഈ മാഗ്നറ്റിക് ഡസ്റ്റർ നമുക്ക് കൂടുതലായി ഉപയോഗിക്കാൻ കഴിയുന്നത് ഈ മാത്സ് ഇക്വേഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ ഈ ബോർഡ് ചോക്ക് പഠിക്കും ടീച്ചേഴ്സ് എന്ന സ്കൂൾ മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു ഉദാഹരണം ബുർജ് ഖലീഫ. ഈ ബുർജ് ഖലീഫ ഉണ്ടാക്കാനായിട്ട് ഷെയ്ക്കിനും കുറേ ആൾക്കാരെ വിളിച്ചിരുന്നു. അപ്പോൾ ഇതിനൊരു പ്ലാൻ വരച്ചെടുക്കുന്ന ഒരാളുണ്ട്. അയാൾ വരുന്നത് കഷ്ടപ്പാടാണ് ഇങ്ങനെ എടുത്ത് മാറ്റാൻ. അപ്പോൾ അതിന് നമ്മൾ വെച്ച് കൊടുത്താൽ നമ്മൾ പ്ലാൻ അറിഞ്ഞുകൊണ്ട് എന്നതായിട്ട് മായ്ക്കുകയും ചെയ്യുക, ഇതാക്കുകയും ചെയ്യുക. പിന്നെ മാഗ്നറ്റിക്കിൻ്റെ ഡസ്റ്റർ വെച്ചിട്ടുണ്ട്, അങ്ങനെ എന്താ മായ്ക്കാനുണ്ട്, അത് മായ്ക്കുകയും ചെയ്യും. പിന്നുള്ളത് ബോക്സ്, ഇവിടെ ചെറിയ അറ്റാച്ചായിട്ട് ഇവിടെ ബോക്സ് വരും. പിന്നാണെങ്കിൽ സ്പോഞ്ച് ഇവിടെ ചെറിയൊരു സാധനം ഉണ്ടാകും. അത് ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കാം. ഇവിടെ ചെറിയ ബോക്സ് ഒരു സംഭവം ഉണ്ടാകും. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇറക്കി വെച്ചിട്ട് ഈ ലോക്കിൻ്റെ ഒരു സംഭവം അതിങ്ങനെ റോൾ ചെയ്ത് കൊടുത്താൽ ലോക്കാവും. പിന്നെ ടീച്ചേഴ്സിന് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ലോക്ക് പറഞ്ഞു കൊടുക്കാം. ഇനിയിപ്പോൾ ടീച്ചേഴ്സ് എന്ത് ചെയ്ത് ടീച്ചേഴ്സ് ചെയ്യുമ്പോൾ അറിയാതെ കുട്ടികൾ കണ്ട് വിചാരിച്ചു നമുക്ക് എന്ത് ചെയ്യാം, ലോക്ക് മാറ്റുകയും ചെയ്യാം. പിന്നെ ഇതിൻ്റെ അടിയിലായിട്ട് വരുന്ന റോളർ വരെ പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ
ഇത് ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ ഇലക്ട്രിസിറ്റി ഇല്ല എന്നാണ്. പിന്നെ ഡസ്റ്റർ ക്ലോത്തും ഇതെല്ലാം കൂടി കൂട്ടിയാൽ ഇത് കുറഞ്ഞ ചെലവിൽ ചെയ്യും. ഓക്കെ, ഞാനിതിന് നിർത്തുന്നു.